കല്യാണിക്കുട്ടിയുടെ പാട്ടും കളിച്ചിരികളുമായിരുന്നു ഇന്നലെ വരെ ഈ അംഗനവാടി. വൈകിട്ട് അമ്മയ്ക്കൊപ്പം തിരികെ മടങ്ങുമ്പോൾ കൂട്ടുകാരെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയായിരുന്നു ആ കുരുന്നിന്. എന്നാൽ ആ കുഞ്ഞു കല്യാണിയുടെ മനസ്സ് കാണാൻ അമ്മ സന്ധ്യക്കായില്ല. കല്യാണിയെയും മുക്കത്ത് വെച്ച് സന്ധ്യ പോയപ്പോൾ ആ കുരുന്നൊട്ടും കരുതിയിട്ടുണ്ടാവില്ല അമ്മയുടെ കൈകൊണ്ട് ഒടുങ്ങേണ്ടി വരുമെന്ന്. കല്യാണി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂട്ടുകാർക്കൊപ്പം ഇന്നീ അംഗനവാടി മുറ്റത്ത് അവൾ ഓടിക്കളിച്ചേനെ. തിരുവാണിയൂരിലെ വെണ്ണിത്തിരിപ്പിലെ ഈ അംഗനവാടി ഇന്ന് മൂകമാണ്. കല്യാണിയുടെ ഓർമ്മകളാണ് ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത്. കല്യാണിയുടെ പാഠപുസ്തകത്തിൽ ക്രയോൺസുകൾ കൊണ്ട് ചിത്രങ്ങൾക്ക് നിറം പകർന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരുപാട് തുറന്നും കയറി വന്നപ്പോഴത്തേനുമാണ് ടൗൽ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പതിപ്പുകള്, അതുപോലെ തന്നെ കൊച്ചിനെ വരച്ച പുസ്തകങ്ങള്. അപ്പൊ ഇതിപ്പോ നാളെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ നാളെ ആളിത് എടുക്കാനുണ്ടെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ സത്യം അതല്ല എന്ന് നമ്മളെ മനസ്സിന് നമ്മൾ പഠിപ്പിക്കണം. ഉൾക്കൊള്ളാൻ എപ്പോഴും പറ്റിയിട്ടില്ല. കല്യാണിക്ക് അംഗനവാടിയിൽ നിന്നും LKG-യിലേക്കുള്ള അഡ്മിഷൻ എടുത്തു. ജൂൺ ആദ്യം പുതിയ ക്ലാസ്സിൽ പോകാൻ ഇരിക്കുമ്പോഴാണ് ആ കുരുന്നിനോടുള്ള അമ്മയുടെ വാതകം. സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു. അധികം വാരി കഴിക്കാതെ പിന്നെ കൈ നിറച്ച് വാരി കഴിച്ച് ചോറ് മുഴുവനും കഴിക്കും. അതായത് ഒരു വർക്കർ എന്ന നിലയ്ക്ക് ആ കുഞ്ഞ ചോറ് മുഴുവൻ കഴിച്ചു കഴിയുമ്പോൾ ആണ് നമുക്കതൊരു തൃപ്തി. കല്യാണി ഒരു ഓർമ്മ മാത്രമായിരുന്നു. നമുക്ക് എന്തായാലും നമുക്കതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കല്യാണി ഉൾപ്പെടെ 14 പേരാണ് ഈ അംഗനവാടിയിലെ കുരുന്നുകൾ. നാളെ ആ 13 പേരും ഇവിടെ എത്തും. അവർ ചോദിക്കും ടീച്ചറോട് കല്യാണി എവിടെയെന്ന്. അപ്പോൾ ടീച്ചർമാർ എന്ത് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുമല്ലേ? ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ ഇന്ന് വരെ ഒരു വടിയെടുത്ത് നോവിക്കുകയോ വഴക്ക് പറഞ്ഞ് നിർവഹിപ്പിക്കുകയോ ചെയ്തില്ലാത്ത എൻ്റെ പിള്ളേരാണത് രണ്ടുപേരും. അത് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാവണമെങ്കിൽ എൻ്റെ വൈഫിനോട് മാത്രം ചോദിച്ചാൽ മതി. മറ്റു വീട്ടുകാരോട് ചോദിക്കണ്ട. എൻ്റെ വൈഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവൾ സത്യം പറയും എന്നെനിക്ക് വിശ്വാസമുണ്ട്.